ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? അപ്പോൾ നമ്മൾ ഇന്ന് സ്കോട്ട്ലൻഡിൻ്റെ ട്രിപ്പ് പോവാണ്. നമ്മൾ പോകുന്നത് ലെസ്റ്ററിൽ നിന്നാണ്, ഇംഗ്ലണ്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നമ്മളിവിടെ ഒരു സർവീസ് സ്റ്റേഷനിൽ നമ്മൾ കയറി. ഏകദേശം ഇപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തു? 2 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 2.5-3 മണിക്കൂറോളം നമുക്ക് ഇനിയും ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പോകുന്നത് എഡിൻബറോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു സർവീസ് സ്റ്റേഷനിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പം ഇവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ ഇനി ഇവിടുന്ന് യാത്ര തുടരുവാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് 4 ദിവസത്തേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്ലാനിങ് നടത്തിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ എവിടെയൊക്കെ സ്റ്റേ ചെയ്യണം, അതുപോലെ തന്നെ എവിടെയൊക്കെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കറങ്ങാനായിട്ട് ഇറങ്ങണം, എവിടെയൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഒരു ചാർട്ട് റെഡിയാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മൾ പോകുമ്പോൾ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ട്രിപ്പ് പോയത് ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു. ഞാനും മെർലിനും തന്നെയാണ് ട്രിപ്പ് പോയത്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകാനാണ് ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ പോകുന്ന ഏരിയ അനുസരിച്ച് വേണം നമ്മൾ അവിടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് booking.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ്. അവിടുന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഹോട്ടൽ സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ സ്റ്റേ മതിയായിരുന്നു. നമ്മൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്കല്ലാത്ത റൂമുകളൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുക്കിംഗ് സൗകര്യങ്ങളുള്ള റൂമുകൾ നമുക്ക് സെലക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഞങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോകുന്ന കാറിൽ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വാഹനത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് അതുപോലെ തന്നെ വെള്ളം നിങ്ങൾ കരുതിയിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ജാക്കറ്റുകൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. എപ്പോൾ വേണമെങ്കിലും ക്ലൈമറ്റിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. 2-3 ഷൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥ ചേഞ്ച് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. അതുപോലെ തന്നെ നിങ്ങൾ 2-3 ഷൂസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം നനഞ്ഞാൽ പോലും മറ്റേതെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ അതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളാണ് മൊബൈൽ ചാർജറുകൾ, മൊബൈലിൻ്റെ കേബിളുകൾ, അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ടുള്ള പ്ലഗ് പോയിൻറ്റുകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. വെൽക്കം ടു സ്കോട്ട്ലാൻഡ്. അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു ബോർഡ് കണ്ടു കേട്ടോ, സ്കോട്ടിഷ് ബോർഡ് കണ്ടോ, വെൽക്കം ടു സ്കോട്ടിഷ് ബോർഡർ. അപ്പോൾ നമ്മൾ ഫൈനലി സ്കോട്ട്ലാൻഡ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ വേണം നമ്മൾ ഓരോ സ്ഥലങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് സിറ്റികളാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ടുള്ള കുറേ ബ്യൂട്ടികളാണ് നമുക്ക് നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഏത് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് നോക്കിയിട്ട് വേണം നമ്മൾ റൂമുകൾ സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പെട്രോളാണ്. പെട്രോൾ സ്റ്റേഷനുകൾ അവിടെ അത്യാവശ്യം ദൂരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം മാക്സിമം നമ്മൾ ഒരു ഹാഫ് ടാങ്ക് എങ്കിലും എല്ലാ സമയത്തും നമ്മൾ വണ്ടിയിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അത് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ മൊബൈൽ നെറ്റ്വർക്കിനെ കുറിച്ചാണ്. മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവിടെ ഞങ്ങളുടെ ഈ 2 സിം ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലിബ്രയും അതുപോലെ തന്നെ 3 മൊബൈൽസും. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും റേഞ്ച് കിട്ടിയത് ലിബ്ര മൊബൈൽസ് മാത്രമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡേറ്റയോടുകൂടി ലിബ്ര മൊബൈൽസ് കരുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മറ്റു പല നെറ്റ്വർക്കുകളും അവിടെ ഉണ്ട്, പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് നമുക്ക് കിട്ടാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിബ്ര മൊബൈൽസ് ആയിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആകാശത്തിൻ്റെയും കളറൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചകളായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളാണെങ്കിലും അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഈ റോഡുകളിലൂടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു റൂട്ടായിരുന്നു സ്കോട്ട്ലൻഡ് റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ സിറ്റികളിൽ മാത്രമാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് വിശ്രമിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഓരോ റൂട്ടിലും പാർക്കിംഗ് സ്പേസുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലുള്ള മനോഹരമായ റോഡുകളും അതുപോലത്തെ അനുഭവങ്ങളുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇനിയും നമുക്ക് എഡിൻബറയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡിൻബറയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്കിനി കാണാം. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ നമ്മളെത്തി. നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അകത്തേക്ക് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അകത്തേക്ക് പോയിട്ട് നമുക്ക് റൂമിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു വിശേഷങ്ങളും നമുക്ക് കാണാം കേട്ടോ. ഓൾറെഡി മെറിൽ ഇതാണ്ട് പുറത്തിറങ്ങി നിൽപ്പുണ്ട്. നമുക്കിനി നേരെ അകത്തേക്ക് പോകാം. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ കുറേ ഹോട്ടൽസ് നോക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും പാർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഒന്നും പാർക്കിംഗ് ഏരിയകളും ഇല്ല. ഇവിടെ ആകുമ്പോൾ ഇവരുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയിൽ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പാർക്കിംഗ് ചെയ്തു. അകത്തേക്ക് പോകാം. ഇവിടുത്തെ ഹോട്ടലിനെ കുറിച്ച് പറയുമ്പം നമുക്കൊരു കാര്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ഇവിടെ വന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു. നമ്മൾ ഒരു 3 മണിക്കാണ് ശരിക്കും പറഞ്ഞാൽ ചെക്ക് ഇൻ ടൈം പറഞ്ഞിരുന്നത്. എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ എത്തി. നമ്മൾ ഏകദേശം ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ റിസപ്ഷനിൽ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഒരു പ്രശ്നവുമില്ല, റൂം റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാ ഹോട്ടലിലും ഒന്നും അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാകണമെന്നില്ല. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടി.
അപ്പോൾ നമ്മൾ ഫൈനലി എത്തിച്ചേർന്നിരിക്കുന്നത് എഡിംബ്രയിലുള്ള കോർട്ട്യാർഡ് മാരിയറ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതുവരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കാതിരിക്കുക.